നമസ്കാരം. അന്നദാനം വളരെ മഹത്വമേറിയതാണ്. ഒരുപാട് പേർക്ക് അന്നദാനം നടത്താൻ സാധിച്ചില്ലെങ്കിലും നമ്മളാൽ കഴിയുന്ന സംഭാവന നൽകി നമ്മൾ അതിൻ്റെ ഭാഗമാകണം. ജീവിതത്തിൽ ഒരിക്കൽ പോലും അന്നദാനം നടത്താത്ത ഒരു രാജാവിൻ്റെ കഥ കേട്ടാലോ? ഇത് കുട്ടിപ്പുരാണം. പുരാണത്തിലെ കുട്ടി കുട്ടി കഥകൾ പറയുന്ന കുട്ടിപ്പുരാണം കേട്ടു നോക്കൂ. ഒരിക്കൽ ശ്രീരാമൻ അഗസ്ത്യമുനി നടത്തുന്ന മഹായാഗം കൂടുന്നതിനായി ദേവന്മാരുടെ കൂടെ യാത്രയായി. അഗസ്ത്യനെ വന്ദിച്ചു നമസ്കരിച്ച ശ്രീരാമനെ അഗസ്ത്യൻ ഭക്തിയോടെ പൂജിച്ചിരുത്തി. സംസാരിച്ചിരിക്കവേ അഗസ്ത്യൻ അത്യപൂർവമായ ഒരാഭരണം ശ്രീരാമന് നൽകി. എന്നിട്ട് പറഞ്ഞു, വളരെ വിചിത്രമായ ഒരാഭരണമാണിത്. വിശ്വകർമാവ് തന്നെ നിർമ്മിച്ചത്. 3 ലോകങ്ങളിലും ഇത് ധരിക്കാൻ ഉത്തമൻ അങ്ങ് മാത്രമാണ്. ഇത് അങ്ങേക്ക് തരണമെന്ന് മനസ്സിൽ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അങ്ങിവിടെ വന്നത്. ഇത് സ്വീകരിച്ചാലും. ഇതങ്ങേക്ക് ആരു തന്നതാണെന്നറിയാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്, ശ്രീരാമൻ പറഞ്ഞു. അപ്പോൾ അഗസ്ത്യൻ പറഞ്ഞു, ഒരിക്കൽ ഞാൻ ദണ്ഡകവനത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ വനത്തിന് നടുവിൽ തെളിഞ്ഞ വെള്ളമുള്ള ഒരു തടാകം കണ്ടു. അതിൽ ഒരു ശവവും. അതു കണ്ട് ഞാൻ അവിടെ നിന്നപ്പോൾ ആകാശത്തൊരു വിമാനം വരുന്നത് കണ്ടു. അതിൽ സർവാഭരണ വിഭൂഷിതനായി സുന്ദരനായ ഒരു പുരുഷനും. അവനെ ഗന്ധർവന്മാർ പരിചരിക്കുന്നു. ദേവസ്ത്രീകൾ ആലവട്ടവും വെഞ്ചാമരവും കൊണ്ട് പതുക്കെ വീശുന്നു. ഞാൻ നോക്കി നിൽക്കെ അവൻ പൊയ്കയിലിറങ്ങി ആ ശവം തിന്നു. എന്നിട്ട് ദേഹശുദ്ധി വരുത്തി. അത് കണ്ട് ഞാൻ അവനോട് ചോദിച്ചു, ദേവലോകത്ത് നിന്ന് വന്ന താങ്കൾ എന്തിനാണ് ഈ ശവം കഴിക്കുന്നത്? താങ്കൾ ആരാണ് എന്ന്. അത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, സുദേവൻ എന്ന രാജാവിൻ്റെ മൂത്ത മകനായ ശ്വേതനാണ് ഞാൻ. രാജാവ് മരിച്ചപ്പോൾ ഞാൻ രാജാവായി. കുറച്ചു കാലം അങ്ങനെ രാജ്യം ഭരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, രാജാവായിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, തപസ്സു ചെയ്ത് മോക്ഷം നേടണം എന്ന്. അങ്ങനെ ഞാൻ രാജ്യഭാരം അനിയനായ സുരധനെ ഏൽപ്പിച്ചു. എന്നിട്ട് ഈ തടാകത്തിൻ്റെ തീരത്ത് വന്ന് തപസ് തുടങ്ങി. അങ്ങനെ മോക്ഷം നേടി ഞാൻ സ്വർഗത്തിലെത്തി. അവിടെ എല്ലാവിധ സുഖഭോഗങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും എനിക്ക് ആഹാരം ലഭിച്ചിരുന്നില്ല. വിശപ്പും ദാഹവും കൊണ്ട് ഞാൻ വല്ലാതെ വിഷമിച്ചു. സ്വർഗലോകത്ത് ആഹാരം കിട്ടാതിരിക്കാൻ മാത്രം എന്ത് പാപമാണ് ഞാൻ ചെയ്തത് എന്ന് ഞാൻ ബ്രഹ്മദേവനോട് ചോദിച്ചു. അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, ഭൂമിയിൽ നീ ആർക്കും അന്നദാനം നടത്താത്തതിനാലാണ് നിനക്ക് ഇവിടെ ആഹാരം ലഭിക്കാത്തത് എന്ന്. എന്നിട്ട് പറഞ്ഞു, നിന്റെ തന്നെ ശവം ആ തടാകത്തിൽ കിടക്കുന്നുണ്ട്. അതുതന്നെ നിത്യവും കഴിക്കുക. അത് സ്വാദുള്ളതായിരിക്കും. നിത്യേന കഴിച്ചാലും അത് വീണ്ടും ഉണ്ടായി വരികയും ചെയ്യും. അഗസ്ത്യമുനിയെ കാണുന്നതുവരെ, അദ്ദേഹം മതി എന്ന് വിലക്കുന്നതുവരെ മാത്രം കഴിച്ചാൽ മതി എന്ന്. അന്നു മുതൽ ഇന്ന് വരെ ഞാൻ എൻ്റെ ശവം കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങ് അഗസ്ത്യമുനിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങ് മാത്രമേ എനിക്കൊരാശ്രയമുള്ളൂ. അതും പറഞ്ഞ് എനിക്ക് ഈ ആഭരണവും തന്ന് ആ രാജാവ് വിമാനത്തിൽ കയറി സ്വർഗത്തിലേക്ക് പോയി. ആ ശവം അപ്പോൾ തന്നെ അവിടെ നിന്ന് മറഞ്ഞും പോയി.